ഗൈസ്, വെൽക്കം ബാക്ക് ടു സെലിനാസ് ഡയറീസ്. ഇന്ന് ഉണ്ടാക്കിയ ഇൻട്രോ സംഭവം എന്താ വെച്ചാൽ നമ്മളെ സെലിനാസ് ഡയറീസ് നാട്ടിൽ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പർച്ചേസിങ് പരിപാടികളുണ്ട്. അപ്പോൾ എവിടേക്കാ പോകണമെന്ന് എനിക്കും അറിയില്ല. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ കുറേ കാലമായി വ്ളോഗ് എടുത്തിട്ട് വരുന്നത്. ഒന്ന് നല്ലൊരു വ്ളോഗ് സെറ്റാക്കണം. ഓക്കെ, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള സെലീനാസ് ഡയറീസിൻ്റെ ഫ്ലാറ്റ്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പുറത്ത് കൂടെ വന്നാൽ മതിയെന്ന് ഗേറ്റ് അടച്ചു. ഗേറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ ആഷിർ ഖാൻ്റെയൊക്കെയാണ് റിമോട്ട്. ഇതാണ് നമ്മളെ ആഷിർ ഖാൻ്റെ സ്വന്തം വണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു, കോഡടിക്കുന്നു, തുറക്കുന്നു. അപ്പാർട്ട്മെൻറ്റ് 2. ഓക്കെ, ഹൈലി സെക്യൂർഡാണ്. യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ചെറിയ സ്ഥലത്തൊന്നും നിൽക്കാൻ കഴിയില്ലല്ലോ. ഹലോ ഗായ്സ്, ദിസ് ഈസ് ആഷിർ ഖാൻ, ദ ഗ്രേറ്റ് ആഷിർ ഖാൻ. ഹലോ ഗായ്സ്. ഇന്ന് നമ്മളെവിടെ പോണേ? നാട്ടിലേക്ക് പോവല്ലേ? എന്നോ? ഞാൻ ഇൻട്രോ ഒക്കെ ഞാൻ തുടങ്ങി ചെയ്യുന്നുണ്ടാ. അല്ല, നമ്മളെ എവിടുക്കാണ് കറക്റ്റ് എവിടുക്ക പോണത്? ഓക്കെ, എന്തായാലും കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളും ഇങ്ങനെ മേടിക്കാന്ന് വിചാരിച്ചു. ഹോൾസെയിൽ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഒരു സാധനങ്ങളൊക്കെ മേടിച്ച്. പക്ഷെ പിന്നെ സർപ്രൈസ് ഒന്നും ഇല്ല നാട്ടിൽ പോക്ക്. ഓൾറെഡി എല്ലാരോടും പറഞ്ഞു. അപ്പൊ ഗായ്സ് പോയിട്ട് അവിടെ എത്തി സാധനങ്ങൾ പർച്ചേസിങ്. ചെലി പ്രത്യേകം പറയേണ്ടത് എന്താ അറിയോ, ഞാന് വളരെ കുറച്ച് സാധനങ്ങൾ മേടിക്കുള്ളൂ. ഈ വീഡിയോയിൽ ഇനി സെലി പർച്ചേസ് ചെയ്യണമെന്ന് കണ്ടോണ്ടിരിക്കുന്നത്. റിമോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗേറ്റ് തുറക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലോക്ക് ആയത്. അപ്പോൾ നമ്മൾ ആപ്പിൾ നമ്മളോട് കാശിർക്ക് പോണേ. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? സൗത്ത് ഹാൾ. ഓക്കെ, ദിസ് ഈസ് അവർ കാർ. കഴിക്കാൻ 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 കുടിക്കാൻ. Good. And we arrived in our destination. Long drive ആയിരുന്നു guys. We are tired. you know. It's been 2 hours, I guess. Disgusting. Yeah. നമ്മൾ വന്ന ഷോപ്പ് ഇതൊരു ഹോൾസെയിലിന്റെ ഒരു ലോകം. നല്ല റേറ്റ് കുറവാണ്. റേറ്റ് വ്യത്യാസം ഉണ്ടോ ഇവിടൊക്കെ? മിൽക്കി വേ വേണോ? മിൽക്കി വേ വേണോ? ആഫിലെ കൊല്ലിനാ നിർത്തിക്കോ. സിലാത്ത ഇതിപ്പോ എത്ര കോണ്ടിന്റെ ഉണ്ട്? 266. ജസ്റ്റ് ഒരു നാട്ടിലെ
ശരിക്കും പർച്ചേസ് ചെയ്യാന് നമുക്ക് പലരും പല ഓപ്ഷനും തന്നിരുന്നു. നമ്മൾ 2 വർഷമായിട്ട് വരുമ്പോഴും വേറെ വേറെ സ്ഥലത്തു നിന്നൊക്കെ അല്ലേ മേടിച്ചിരുന്നത്. ആശിർക്ക പുതിയ ഓപ്ഷൻ തന്നെ ആശിർക്ക പറഞ്ഞത് ഇവിടേക്ക് വരാന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ ഹോൾസെയിലിന്റെ ഒരു ലോകമാണ് കേട്ടോ. ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് പർച്ചേസിങ് കഴിഞ്ഞ് 10 മിനിറ്റ്. പാർക്കിംഗ് കുറച്ച് ഇഷ്യൂ ആണ്. പാർക്കിംഗ് ഇഷ്യൂ ആണ്, ട്രാഫിക്കിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓക്കെ ആയിരുന്നു. ഏകദേശം എത്ര ഫണ്ടിന്റെ വാങ്ങിപ്പോ? ഏകദേശം ഒരു 260-65 പൗണ്ട്. അങ്ങനെ പറയുമ്പോ നമ്മളെ നാട്ടിലത്തെ ഒരു 10-28 അല്ലേ, 30,000 നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ ചോക്ലേറ്റ് ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ആണ്, അത്യാവശ്യം നല്ല, പിന്നെ ഒറിജിനൽ ആണ്. അപ്പൊ അങ്ങനൊക്കെ നോക്കുമ്പോ ക്വാളിറ്റി ചോക്ലേറ്റ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. ശരിയാത്ത ഹാപ്പി അല്ലേ? 50 പൗണ്ടിന് സാധനം മേടിക്കുന്ന പറഞ്ഞാൽ ഏകദേശം ഒരു 260 പൗണ്ടോളം പർച്ചേസ് ചെയ്ത്. അങ്ങനെ പർച്ചേസിങ് 5 മിനിറ്റ് അല്ലേ, 5 മിനിറ്റോ 10 മിനിറ്റോ ഇനി ഒന്നും മേടിക്കാൻ പറ്റുന്ന നേരെ റൂമിൽ പോകുന്നു. ഇനിയൊരു ഫുഡ് കഴി റൂമിൽ പോണ്. എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചിരുന്നു. നമ്മൾ പരിപാടി നിർത്തുന്നു. ചെറിയ വ്ളോഗ്. ഓക്കെ, ഓൾറൈറ്റ്. ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റാണ് ഇത്. ലണ്ടനിൽ എന്താണ് സ്ഥലത്തിന്റെ സൗത്ത് ഹാള് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. കറക്റ്റ് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ്. അപ്പൊ ആളുകളൊക്കെ സറൗണ്ട് ചെയ്തിട്ട് ആളുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ ഇന്ത്യക്കാര്. ഭയങ്കര നല്ലൊരു ഫീൽ വിടാൻ നോക്കും. ഇന്ത്യ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അതുപോലെ ഒരു ഇന്ത്യൻ ടച്ചുകളാണ്. മലബാർ ഗോൾഡ്, ജോയാലുക്കാസ്. ഈ ബസ് കാണുമ്പോൾ മാത്രമേ ലണ്ടനാണെന്ന് തോന്നുള്ളൂ. ആളുകളാണെങ്കിലും അല്ലേ ഒരു എക്സ്പീരിയൻസ് ആട്ടെ. എപ്പോഴെങ്കിലും ഒക്കെ വല്ലപ്പോഴും ഒക്കെ നല്ലൊരു എനർജി കിട്ടി. നമ്മളെ നാടാണ് എന്നുള്ളൊരു ഫീൽ. സറൗണ്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒക്കെ നമ്മുടെ നാട്ടിലത്തെ ഒരു സെറ്റപ്പില്ലേ മൊത്തത്തിൽ വരുമ്പോൾ. ഇപ്പോൾ മലബാർ ഗോൾഡ് യഥാർത്ഥത്തിൽ ജോയാലുക്കാസ് ഉണ്ട്. പിന്നെ അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, സോറി ഗായ്സ്, നമ്മള് ഫുഡ് കഴിക്കാൻ പോയ മുതലുള്ള വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. 4 ദിവസം മുന്നേ നമ്മള് സാധനമൊക്കെ മേടിക്കാൻ പോയി. അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിട്ടേൺ വീട്ടിലെത്തി. പിന്നെ കുറച്ച് തിരക്കായി. ഇനിയിപ്പോ 2 ദിവസം ഉള്ളു നാട്ടിൽ പോകാൻ. അപ്പൊ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്യണം, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇതൊക്കെയാണ് സാധനങ്ങള്. ഇപ്പൊ ഇതിങ്ങനെ സോർട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങൾ പാടി മേടിക്കാണ്ട്. നമ്മൾ ഇപ്രാവശ്യം കുറച്ച് പെർഫ്യൂംസ്, പിന്നെ കുറച്ചധികം മുട്ടായി, അത് മാത്രമേ കൊണ്ടുപോകണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള സാധനങ്ങളിൽ കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യണത് മുട്ടായികൾക്കാണ്. അപ്പൊ അതിങ്ങനെ കുറച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ച്. കുറച്ചല്ല അത് കുറച്ചധികം ഉണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ നമുക്ക് ലഗേജ് ഇപ്രാവശ്യം കുറവാണ്, 23 കിലോ ഉള്ളൂ. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നാട്ടിൽ പോകണം ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാണ് ഞങ്ങൾ തെറ്റി മാറാറുണ്ട്. ഇതൊക്കെ ഞാൻ വെച്ചരാം. ഫസ്റ്റിനൊരു കാര്യം പറഞ്ഞല്ല, വ്ളോഗ് എടുക്കുമ്പോ ഞാനും ശരി തെറ്റിലാണ്. ക്യാരക്ടർ സത്യം. അപ്പൊ
എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് 4 ദിവസം മുന്നെയാണ് സൗത്ത് വാൾ അല്ല സ്ഥലം സൗത്ത് ഹാൾ. സോറി സൗത്ത് ഹാൾക്ക് പോയത് 4 ദിവസം മുന്നെയാണ് പോയത്. പിന്നെ അതിന് ശേഷം തന്നെ എനിക്കും സെലിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? സെലി എന്തൊന്നും പറയാതൊന്നും കിട്ടാൻ അല്ല 2 ദിവസമൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന. അപ്പൊ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി. അപ്പൊ ഇന്നാണ് ഇപ്പൊ പിന്നെ ഫ്രീ ആയത്. ഇന്നിപ്പോ ഞായറാഴ്ച ശനിയാഴ്ചയാണ്. 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകും. ഇപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നാട്ടിൽ പോകണം. അപ്പൊ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് ലഗേജ് കുറവാണ് ഇരുന്നത്. 23 കിലോ ഉള്ളു ലഗേജ് വരുന്നത്. ശരി എന്താ പറയത്ത് ഒരാൾക്ക് 23 കിലോ ഉള്ളു, 2 ആൾക്ക് 46 കിലോ, പിന്നെ 2 7. അല്ല അങ്ങനെയല്ല. അപ്പൊ ലഗേജിന്റെ സാധനങ്ങൾ കുറച്ച് ഇതിലല്ലേ ലഗേജ് കൂടുതൽ. ഇതിന്റെ പെട്ടിക്ക് വെച്ച ലഗേജ് അപ്പൊ അതൊന്ന് സോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ നാട്ടിൽ പോവാണ്. അപ്പൊ ഞങ്ങള് കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, ഞങ്ങൾ യുകെയിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങൾ നാട്ടിൽ പോവാണ്. നാട്ടിലുള്ള സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങൾ വരുന്നു ഗായ്സ്. നാട്ടിൽ പോവാന് സൗദി എയർലൈൻസ് എടുത്തിരുന്നത്. അത് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താ വെച്ചാല് സൗദി നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് സ്ഥലമാണ്. സെലി കുറച്ചാലും സൗദിയിലായിരുന്നു. ആ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ ഫുള്ള്. പക്ഷെ സത്യം അതല്ല. നമ്മള് ഫസ്റ്റ് പോയത് എയർ ഇന്ത്യ ആയിരുന്നു അല്ലെ? ഫസ്റ്റ് എയർ ഇന്ത്യയിൽ പോയി, പിന്നെ ഖത്തർ എയർവേസ് പോയി. അപ്പൊ വിചാരിച്ചിങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതാക്കാന്ന് അതുമാണ്. പിന്നെ അതുപോലെ ഇതിന് കുറച്ച് ലെയർ ഉണ്ട്. അപ്പൊ ലെയറിൽ എടുക്കാന് ഞാനാണ് സെല്ലിനോട് പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് സെലി ലെയറിൽ എടുക്കാൻ പറഞ്ഞേ. അതിന്റെ റീസൺ എന്താ അറിയോ? സെലിക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാർഡുകൾ സെലിന്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. സെലിന്റെ അടുത്ത് ആകെ ഉള്ളത് ഇവിടുത്തെ എംആൻഎസ്സി ഇവിടുത്തെ ഒക്കെ ഡിസ്കൗണ്ടിനുള്ള കാർഡാണ്. അല്ലാതെ ഒരു ക്രെഡിറ്റ് കാർഡ് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ക്രെഡിറ്റ് കാർഡ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എയർപോർട്ട് ആക്സസ് ലോഞ്ച് ആക്സസ് എന്തായി പൊട്ടിപ്പോയി ഗൈസ്. അതുപോലെ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞങ്ങള് അല്ല ഞങ്ങളെ വീഡിയോഗ്രാഫറെ ഞങ്ങള് നല്ലോണം മിസ് ചെയ്യും. പിന്നെ വീഡിയോഗ്രാഫർക്ക് നമ്മളെ മിസ് ചെയ്യലൊന്നുമില്ല. വീഡിയോഗ്രാഫർ ഇപ്പൊ എത്ര ദിവസത്തിന് ശേഷം 15 ദിവസത്തിന് ശേഷമാണ് മിനിയാന്നൊക്കെ വന്നത്. 2 ദിവസം കഴിഞ്ഞ് ഇന്ന് വന്ന് 2 ദിവസമല്ല 4 ദിവസം. 4 ദിവസം കഴിഞ്ഞിട്ട്. ഇതാണ് വീഡിയോഗ്രാഫറുടെ അവസ്ഥ. വന്നതിന് ശേഷമല്ല. പിന്നെ ഗായ്സ് ഇനി പറയാനുള്ളത്, നാട്ടിൽ പോയ ഞാനും സെലി സെപ്പറേറ്റ് ആണ് ഗായ്സ്. സെലിന്റേതായ വഴിയിലൂടെ ഞാൻ എന്റെ വഴിയിൽ. എന്റെ വഴി എന്ന് പറഞ്ഞാൽ വെറും ഫിഷിങ്ങിന്റെ വീഡിയോ ഞാൻ എന്റേതായ രീതിയിലായിരിക്കും. വെയിറ്റ് കൂടുതലാണ്. 23+7 പക്ഷെ ഇതിപ്പോ എത്ര ഉണ്ട്? 127. അതും ഡ്രസ്സൊന്നും ഇല്ല. ഡ്രസ്സൊന്നും എടുക്കണില്ല അല്ലേ? ഫുള്ള് ചോക്ലേറ്റ്. അപ്പൊ എന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ എന്തായാലും നാട്ടിൽ പോകണം. എല്ലാരും പ്രാർത്ഥിക്കുക. നാട്ടില് പോയി വന്നതിന് ശേഷം ആവും വീഡിയോ എന്ന് വിചാരിക്കണ്. അവിടുന്ന് മാക്സിമം വീഡിയോ എടുത്ത് കൊണ്ടുവരും ഞാൻ. എന്നിട്ട് ആഫിലിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കണം. സെലി എഡിറ്റ് ചെയ്താലുള്ള ഇത് പറഞ്ഞരാ, ഒന്നിക കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ, അതാണ് ഉണ്ടാവില്ല. അപ്പൊ ഗൈസ് പോയി വന്നിട്ട് കാണാം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മള് പർച്ചേസിങ്, നമ്മള് നാട്ടിൽ പോണ കാര്യങ്ങൾ. പിന്നെ ഇപ്രാവശ്യം നമ്മള് സർപ്രൈസ് ഒന്നും ഇല്ല. നാട്ടിലേക്ക് പോവല്ല, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു വീഡിയോ ആയിരുന്നു. പിന്നെ അതുപോലെ ഇന്ന് തന്നെ 2 ഫുഡൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇന്ന് ഇടാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാല്, ഇന്നലെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോട്ട് ബാധ വിളിക്കണ്. നസീർ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ നസീർ, അപ്പൊ ഞാനാകെ പേടിച്ച് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ താഴത്തുനിന്ന് ഗീത് വരെ എല്ലാരും കൂടി വിളിക്കാണ്, എന്റെ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ പറഞ്ഞിട്ട്. ഞാനാകെ പേടിച്ച്. അപ്പൊ ഇത് ബാധുക്കുള്ള വീഡിയോ ആണ്. എല്ലാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, എല്ലാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പർച്ചേസിങ്ങിന് പോകണം. മുടിയൊക്കെ ഒന്ന് പർച്ചേസിംഗ് ഇല്ല, വെയിറ്റ് അല്ലെങ്കിൽ കൂടിയിട്ട് ആ പർച്ചേസിംഗ് അല്ല, വെറുതെ ചെറിയ പർച്ചേസിംഗ് ഉണ്ട്. Okay, bye. See you guys. Take care.